ഒരു ഫാമിലിയിലുണ്ടെങ്കിൽ 4 ആളും 4 ദിവസമായിട്ട് ഒരു മാസം ഒറ്റൊരു പ്രാവശ്യം പോയിട്ട് തെറാപ്പിസ്റ്റിനെ കാണും. ആ ഒരു മാസം നടന്ന കാര്യങ്ങളൊക്കെ പറയും. വർക്കിനുള്ള പ്രശ്നങ്ങളാണ് അത്, ക്ലാസ്സിലുള്ള ബുദ്ധിമുട്ടുകളാണ് അത്, വീട്ടിൽ ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അത്. ഇതൊക്കെ ചെയ്യുന്നത് വഴി ആ ഒരു ചെറിയൊരു കാര്യമാണ്, ചെറിയൊരു ബുദ്ധിമുട്ടാണെങ്കിൽ അത് പിന്നീട് നമ്മുടെ ലൈഫിനെ നല്ലോണം ബാധിക്കുന്ന ഒരു സാധനമാണ്. പണ്ട് കാലത്തെ പോലെയല്ല. പണ്ട് കാലത്തുള്ളവർക്കൊക്കെ എന്ത് പറ്റിയാലും നല്ലൊരു തൊലിക്കട്ടി ഉണ്ടാവും, എന്ത് നടന്നാലും ഒരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ന്യൂസ് കേൾക്കല് ഉമ്മ ചീത്ത പറഞ്ഞല്ല, ഉമ്മ ഫോൺ എടുത്ത് വെച്ച് അതുകൊണ്ട് എന്ത് ചെയ്ത് മരിച്ച്. ചെറിയ ഒറ്റൊരു ഡയലോഗ് കാരണം ആ ഒറ്റൊരു ഡയലോഗിൽ അങ്ങനെയായി. നമ്മളാണ് എത്ര പ്രാവശ്യം അത് പറയുന്നുണ്ട്. ദിവസവും ദിക്ർ ചെല്ലുന്ന പോലെ അവരോട് പറഞ്ഞിട്ട് വരുന്നവരുണ്ട്, ഇല്ലേ? ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. ഇതുണ്ടാവുമ്പോൾ എന്താ അറിയോ, കുട്ടികളിൽ വലുതായി വരുമ്പോൾ എന്ത് ചെയ്താലും ഒരു ഡൗട്ട് ഉണ്ടാവും, സെൽഫിൽ ഒരു കോൺഫിഡൻസ് കുറവുണ്ടാവും. ഞാൻ ചെയ്താൽ ശരിയാവില്ല, ഞാൻ ഒന്നിനും കൊള്ളാത്ത ഒരു രീതിയിലാണല്ലോ എല്ലാവരും എൻ്റെ ഉമ്മയിപ്പൊക്കെ കാണുന്നത്. ഇപ്പം എന്തായാലും ഞാൻ ചെയ്തിട്ട് കാര്യമുണ്ടോ, ഞാൻ വിടും. അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്, ഞാൻ വിട്ട് ചോദിച്ചാലും ഉത്തരം കിട്ടും. പക്ഷെ ആ ഉത്തരം ശരിയാണോ എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഇല്ല. ChatGPT പറഞ്ഞതാ ശരിയാണ്, അപ്പം എന്തായാലും ഉറപ്പല്ലേ ശരിയാണെന്ന്. റോബോട്ടല്ലേ പറയുന്നത്, എന്നാൽ തെറ്റാ. ChatGPT കുറേ തെറ്റുകൾ പറഞ്ഞിരുന്നുണ്ട്. മോനെ ഇരുത്തിച്ച് ചോദിച്ചു. മോൻ പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്ന് പറഞ്ഞെന്താ, എനിക്ക് ഭയങ്കര സങ്കടം, പക്ഷേ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എനിക്ക് എപ്പോഴും ഇങ്ങനെ വിഷമാവും, പക്ഷേ കാരണം എനിക്കറിയില്ല എന്താ കാരണം. അവൻ കുറേ കാരണം പറഞ്ഞു. അതൊക്കെ സാറിനുണ്ടാകുന്ന കുട്ടികളിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. പക്ഷെ അവൻ തന്നെ പറയുന്നുണ്ട്, പക്ഷെ ഇതുകൊണ്ടൊന്നും അല്ല, എന്താ കാരണം എനിക്കറിയില്ല. പിന്നെ രണ്ടാമത്തെ അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ എപ്പോഴും എനിക്ക് തോന്നും ഞാൻ പോരാ, എന്ത് പറഞ്ഞാലും എനിക്ക് എന്ത് ചെയ്താലും ഞാൻ അത്രയ്ക്ക് എത്തൂല, എനിക്ക് തീരെ ആവില്ല. പക്ഷെ 3 സ്റ്റോപ്പ് ഇപ്പുറത്ത് വന്നപ്പോൾ ആരെയും പരിചയമില്ല, അതുള്ളൊരു പ്രശ്നമുണ്ട്. എന്നുവെച്ചാൽ ഫുട്ബോൾ കളിക്കാൻ പോകുന്ന സ്ഥലം മാറായി, അവിടെയുള്ള ഫ്രണ്ട്സ് മാറിയെന്നല്ലോ. എന്നുവെച്ചാൽ ഇവരൊരു കൂട്ടുണ്ടാവുമ്പോൾ ഇവരെ ഇവിടുന്ന് ബസ് പിടിച്ച് അങ്ങോട്ട് പോകണം. ഈ ചെറിയൊരു കാരണം കൊണ്ട് ആ കുട്ടിക്ക് ചെറിയ കുട്ടികൾക്ക് ഡിപ്രഷൻ എന്നുള്ള രീതിയിലായി.